ജോയിൻ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, എന്താണെന്ന് അറിയില്ല. കുറേ പേർക്ക് ക്ലാസ്സസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇനിയിപ്പോൾ തേഴ്സ്ഡേ ക്ലാസ് വേണോ വേണ്ടയോ എന്ന് പോൾ ചെയ്തിട്ട് ചോദിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഓൾറെഡി ചോദിച്ചപ്പോൾ ലാസ്റ്റ് വീക്ക് അവർ അറ്റൻഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഷബ്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഷബ്ന? ഇപ്പോൾ ഷബ്ന മാത്രമാണ് ക്ലാസ്സിലുള്ളത്. ഷബ്നയ്ക്ക് ഇന്ന് ലൈവിലിരിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ? Yes. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ലൈവ് പോവാം. ഓക്കെ, വൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി ക്ലാസ് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് നമുക്കൊന്ന് സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എനിവേസ് നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങി വെച്ചത് കൊണ്ട് ഏതായാലും ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കിനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ നിങ്ങളുടെ SSLC എക്സാമിനേഷൻ്റെ മാർച്ച് 2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്സിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 80 മാർക്സിനാണ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 2.5 hours ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ പ്രൊവൈഡ് ചെയ്യും. ക്വാർട്ടർലി, ഹാഫ് ഇയർലി എല്ലാം 80 മാർക്സിനാണ് എഴുതിയത്. എങ്കിൽ പോലും ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് ഹോൾ സിലബസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മോഡൽ എക്സാമിലായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ SSLC എക്സാമിനേഷൻ, ബോർഡ് എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് മോഡൽ, അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൂൾ ഓഫ് ടൈമിൻ്റെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. The first 15 minutes is the cool off time. You may use the time to read and plan the answers correctly. അപ്പോൾ ഫസ്റ്റ് 15 minutes വന്നിട്ട് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. യു മേ യൂസ് ദ ടൈം ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലാൻ ദ ആൻസേഴ്സ്. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ 2.5 മണിക്കൂറിൽ ചേർന്നതല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 10 o'clock ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9:45 തന്നെ കൂൾ ഓഫ് ടൈം തുടങ്ങും. നിങ്ങൾ 9:45 നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 9:45 തൊട്ട് 10 o'clock വരെ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാനും ആൻസേഴ്സ് പ്ലാൻ ചെയ്ത് മൈൻഡിൽ വെക്കാനും പ്രിപ്പയർഡ് ആയിട്ട് വെക്കാനുമുള്ള ടൈമാണ് ഈ കൂൾ ഓഫ് ടൈം. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് 10 o'clock അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 o'clock ആണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ 2 മണിയാകുമ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് അല്ല, അതിന് മുൻപ് വരുന്നതാണ് കൂൾ ഓഫ് ടൈം. പിന്നെ വരുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. അതെ, ഓരോ ചോദ്യവും ആൻസർ ചെയ്യുന്നതിന് മുൻപ് 2 പ്രാവശ്യം വായിച്ചു നോക്കുക. 2 or 3 പ്രാവശ്യം വായിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. Certain sections of the questions may have choice. Follow the choice regulations. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില സെക്ഷനുകളിൽ ചോയ്സ് ഉണ്ട്. certain sections have choice and follow the choice regulations. ചോയ്സ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ഫോളോ ചെയ്യുക. when you select a question, ഈ 4th റൂൾ ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ കുട്ടികൾ ഇപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് 10th ക്വസ്റ്റ്യനിൽ ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 10A എന്നും 10B എന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അല്ലാണ്ട് 10A ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ട് അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബാക്കിയുള്ള 2-3 ചോദ്യങ്ങൾ, ബാക്കിയുള്ള സബ് ക്വസ്റ്റ്യൻസ് 10B എന്ന് എടുത്ത് എഴുതാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യന് 2 ഓപ്ഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. 10ൽ എയും ബിയും അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 10A ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 10Aയിലത്തെ 5 സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യാം. 10B ആണെങ്കിൽ 10Bയിലത്തെ 5 സബ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അല്ലാണ്ട് 2 എണ്ണം 10A എന്നും 3 എണ്ണം 10B എന്നും അല്ലെങ്കിൽ 1 10A എന്ന് ബാക്കിയുള്ളത് 10B എന്നും 10B എന്നുള്ള ബാക്കി 4 എണ്ണം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യനും മാർക്ക് കിട്ടില്ല, പിന്നീട് നിങ്ങൾ എഴുതുന്നതിനും മാർക്ക് കിട്ടില്ല. അപ്പം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇപ്പോഴും കുറേ പേര് തെറ്റിക്കുന്ന ഒരു ഫാക്ടറാണത്. അതുകൊണ്ട് ഈ ലാസ്റ്റ് റൂൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വെൻ യു സെലക്ട് എ ക്വസ്റ്റ്യൻ, ഓൾ ഇറ്റ്സ് സബ് ക്വസ്റ്റ്യൻസ് ഇഫ് എനി, ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവാത്ത ചോദ്യങ്ങളാവാം. ഓക്കെ, ഓൾ ഇറ്റ്സ് സബ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി ആൻസേർഡ് ഫ്രം ദ സെയിം ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയറി റൈറ്റിങ്ങും ലെറ്റർ റൈറ്റിങ്ങുമാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒന്നല്ലേ ചൂസ് ചെയ്യുള്ളൂ.
ഒന്നിൽ ഡയറി അല്ലെങ്കിൽ ലെറ്റർ. അതുപോലെ സബ് ക്വസ്റ്റ്യൻ വരുന്ന കേസിൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തോ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. റൈറ്റ്. ഇപ്പം നമുക്ക് കൂൾ ഓഫ് ടൈമിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ റീഡ് ചെയ്യും. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാനും ആൻസേഴ്സ് പ്ലാൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതേ ഇൻസ്ട്രക്ഷൻസ് തന്നെയായിരിക്കും. മാത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം നിങ്ങൾക്ക് ഗ്രാഫിനെ കുറിച്ചിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തന്നെ എടുത്തിട്ടുള്ള പാസേജ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. ഓക്കെ. So read the excerpt from The Snake and the Mirror and answer the questions that follow. The Snake and the Mirror എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷവും ഉണ്ടാവും അല്ലേ? ഉണ്ടോ? ഈ ചാപ്റ്റർ ഉണ്ടോ എല്ലാവർക്കും? The Snake and the Mirror. ഈ ചാപ്റ്റർ ഉണ്ടോ? Yes, ma'am. യെസ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിലത്തെ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. യെസ്. ദിയ, യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ പാസേജ്. Diya, Yes, ma'am. yes. I took a close. നിങ്ങൾ റീഡ് ചെയ്യണം. നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമുക്കും കൂടെ ക്ലിയർ ആവുള്ളൂ. ആസ് എ ടീച്ചർ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസും നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പാസേജ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിച്ചാലേ അത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. യെസ് ദിയ, മൈക്ക് മ്യൂട്ടായി പോയി, കണ്ടിന്യൂ ചെയ്തോളൂ. Yes, ma'am. Ma'am, screen. Okay. I took a close look at my face in the mirror. I made an important decision. Would shave daily and grow at thin mouse. I would have shave. I would shave. ഇവിടെ ഐ ഉണ്ട് കേട്ടോ, ലാസ്റ്റിലുണ്ട് ഐ. ഓക്കെ, വായിച്ചോളൂ. ഐ വുഡ് ഷേവ്. നിങ്ങൾ നിർത്തണ്ട മക്കളെ, വായിച്ചോളൂ. ജസ്റ്റ് ഞാനൊരു കറക്ഷൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. വായിച്ചോളൂ. എന്താ ചെയ്യാ? ദിയ, പ്ലീസ് കണ്ടിന്യൂ റീഡിങ്. യെസ് മാം. അതല്ല, ഞാൻ വായിക്കുമ്പോൾ വേറെ ആരും വായിച്ചു, അതാ ഞാൻ പിന്നെ മൈക്ക് ഓഫ് ചെയ്തത്. ഞാനാണ്. വായിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് വായിക്കട്ടെ? ഇല്ല, ഓക്കെ, റീഡ് ചെയ്തോളൂ. Okay. I took a close look at my face in the mirror. I made an important decision. Would shave daily and grow a thin mustache. Mustache to look more handsome. I was after all a bachelor and a doctor. I looked into the mirror and smiled. It was an attractive smile. I made another what is ma'am? Okay, a shaking decision. I would always keep that attractive smile on my face to look more handsome. I was after all a bachelor and a doctor too on top of it. Okay. So first paragraph പറയുന്നത് I took a close look at my face in the mirror. എൻ്റെ ഫേസ് ഞാൻ നല്ലോണം മിററിൽ ഒബ്സർവ് ചെയ്തു. I made an important decision. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തു. എന്താണ്? I would shave daily. ഞാൻ എന്നും ഷേവ് ചെയ്യും. And grow a thin mustache. Mustache എന്ന് പറഞ്ഞാൽ എന്താണ്? മീശ. And grow a thin mustache to look more handsome. കാണാൻ നല്ല ഹാൻസം ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ഡെയിലി ഷേവും ചെയ്യും, ഒരു മുഷ്ടാഷ്, തിൻ മുഷ്ടാഷ് ഞാൻ ഗ്രോ ചെയ്യും. മുഷ്ടാഷ് എന്നാണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. മുഷ്ടാഷ്. മുഷ്ടാഷ് എന്ന് പറഞ്ഞാൽ മീശ. I was after all a bachelor and a doctor. Bachelor ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. Okay. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. Earth-shaking എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി കുലുങ്ങുന്ന പോലത്തെ ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്തായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എന്ന് നോക്കിയാൽ അദ്ദേഹം പറയുന്നുണ്ട്, I would always keep that attractive smile on my face. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു അട്രാക്റ്റീവ് സ്മൈൽ ഞാൻ എൻ്റെ ഫേസിൽ വെക്കും. ടു ലുക്ക് മോർ ഹാൻസം. കാണാൻ നല്ല ഹാൻസം ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്മൈൽ എപ്പോഴും ആ സ്മൈൽ ഞാൻ എൻ്റെ ഫേസിൽ വെക്കും. I was after all a bachelor.
ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഞാനൊരു ബാച്ചിലറാണ്, അതിൻ്റെ മുകളിൽ ഞാൻ എന്താണ്, ഒരു ഡോക്ടറും കൂടിയാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ആൻഡ് അഗെയിൻ കെയിം ദറ്റ് നോയ്സ് ഫ്രം എബവ്. അഗെയിൻ കെയിം ദറ്റ് നോയ്സ് ഫ്രം എബവ്. മുകളിൽ നിന്നും വീണ്ടും ഒരു ശബ്ദം വന്നു. യെസ്, Balkis Banu, you can read the second paragraph. I got up, lit a beady, and paced up and down the room. Then another, then another lovely thought struck me. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. Okay, okay, ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് പാരഗ്രാഫും റീഡ് ചെയ്യാം. ഐ വിൽ കോൾ യു. ഓക്കെ, സോ ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി. ബീഡി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇന്നത്തെ സ്മോക്ക് ചെയ്യുന്ന സിഗരറ്റ്സ് പോലെയല്ല, കുറച്ചും കൂടെ വാല്യൂ കുറവായിരുന്നു അതിന്. ഓക്കെ, ബീഡി വന്നിട്ട് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ലഹരി ആയിരുന്നു ഈ ബീഡി എന്ന് പറയുന്നത്. സോ ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിന്റെ മുകളിലേക്കും താഴേക്കുമായിട്ട് പേസ് ചെയ്തുകൊണ്ടേയിരുന്നു, മീൻസ് ഓടിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരുന്നു. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. മറ്റൊരു സുന്ദരമായ ഒരു ചിന്ത എൻ്റെ മൈൻഡിൽ വന്നു. ഐ വുഡ് മാരി. ഞാൻ വിവാഹം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൺ ഡോക്ടർ. ഞാനൊരു ലേഡി ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു വുമൺ ഡോക്ടറിനെ ഞാൻ മാരി ചെയ്യും. ഹൂ ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പം ഞാനൊരു സ്ത്രീ ഡോക്ടറെ വിവാഹം കഴിക്കും. എങ്ങനെയുള്ള സ്ത്രീ ഡോക്ടറെ? അവർക്ക് കുറേ പൈസ ഉണ്ടാവണം, നല്ല മെഡിക്കൽ പ്രാക്ടീസും ഉണ്ടാവണം, നല്ലൊരു എക്സ്പേർട്ട് ഡോക്ടർ ആയിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അവർ നല്ല തടിയുള്ളവരായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ. ഒരു കാരണത്തോടെ അല്ലെങ്കിൽ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് അവരെന്തായിരിക്കണം? നല്ല തടിയുള്ളവരായിരിക്കണം. എന്തിനാണ് ഷീ ഹാഡ് ടു ബി ഫാറ്റ് എന്ന് പറയുന്നത്? ഇഫ് ഐ മേഡ് സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും ചെറിയ കുഞ്ഞ് അപരാധം ചെയ്തു പോയാൽ, ആൻഡ് നീഡഡ് ടു റൺ അവേ, ആൻഡ് വീട്ടിൽ നിന്ന് ഓടേണ്ട ഒരവസ്ഥ വന്നാൽ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അവൾക്ക് എൻ്റെ പുറകിൽ വന്ന് ഓടി എന്നെ പിടിക്കാൻ പറ്റാൻ പാടില്ല. അവൾക്ക് എന്നെ ഓടി പിടിക്കാൻ കഴിയരുത്. അതുകൊണ്ടാണ് ഒരു ഫാറ്റ് ലേഡീനെ എനിക്ക് വൈഫായിട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ദ മിറർ ആൻഡ് എന്താണ് ചാപ്റ്ററുടെ നെയിം? നിങ്ങളുടെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. സോ ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. അതുകൊണ്ടാണ് തടിയുള്ള ഭാര്യനെ വേണമെന്ന് പറയുന്നത്. കാരണം മൂപ്പർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതും ചോദിച്ചുകൊണ്ട് പിന്നാലെ ഓടിച്ചെല്ലാൻ പാടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണെന്ന് വിചാരിക്കൂ ഈ ഡോക്ടർ, അപ്പൊ പിന്നാലെ ഓടിപ്പോയി പിടിക്കാൻ പറ്റാൻ പാടില്ല. തടിയുള്ളവർക്ക് അങ്ങനെ ഓടി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഫാറ്റ് ആയിട്ടുള്ള ഒരു വൈഫിനെ വേണമെന്ന് പറയുന്നത്. ഓക്കെ, യെസ് ബൽക്കീസ്, യു ക്യാൻ കണ്ടിന്യൂ. Balkis? Yes, ma'am. Yes, you can continue. Yeah. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly, there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. Simultaneous. Okay, ma'am. എങ്ങനെയാണ് റീഡ് ചെയ്യുക? Simultaneous. വെരി ഗുഡ്. സൈമിൾട്ടേനിയസ്. സൈമിൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നാൽ സൈമിൾട്ടേനിയസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ നോക്കാം. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ്, ഇത്തരം ചിന്തകളോടെ ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഞാൻ ടേബിളിന്റെ മുന്നിൽ അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ എൻ്റെ സീറ്റ് ഞാൻ ഉറപ്പിച്ചു. There were no more sounds from above. മുകളിൽ നിന്ന് പിന്നീട് ശബ്ദങ്ങളൊന്നും കേട്ടില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് അവിടെ മുകളിൽ നിന്ന് താഴെ അങ്ങനെ ഒരു എന്തോ വലിയൊരു സാധനം വീഴുന്ന ഒരു ശബ്ദം കേട്ടു. തഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഫോഴ്സ് ആയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് എന്തെങ്കിലും വീഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം. Suddenly there came a dull thud as if a rubber tube had fallen to the ground.
എന്തോ ഒരു റബ്ബറിൽ ഉണ്ടാക്കിയ ട്യൂബ് ഗ്രൗണ്ടിൽ വീണ പോലത്തെ ഒരു ശബ്ദമായിരുന്നു അത്. ഷ്യൂർലി നത്തിങ് ടു വറി അബൌട്ട്. പക്ഷെ തീർച്ചയായിട്ടും അവിടെ ഒന്നും തന്നെ പേടിക്കാനുണ്ടായിരുന്നില്ല. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എന്നിരുന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കി എന്താണ് നടന്നത് എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നോ സൂണർ, ഈ സെന്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോ സൂണർ ഹാഡ് ഐ ടേൺഡ് than a fat snake wriggled over the back of the chair and landed on my shoulder. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും, നോ സൂണർ ഹാഡ് ഐ ടേൺഡ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. റിഗിൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയറിനെ ചുറ്റി ഇങ്ങനെ വലഞ്ഞ് ചുറ്റി ഇതായിട്ട് റൗണ്ട് ചെയ്ത് വരാൻ തുടങ്ങി. എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ. ചെയറിന്റെ പിന്നിൽ ഇങ്ങനെ ചുറ്റി റൗണ്ട് ആയിട്ട് ഇങ്ങനെ സർക്കുലർ മൂഡിൽ വരാൻ തുടങ്ങി. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ, എൻ്റെ തോളത്ത് വന്ന് ലാൻഡ് ചെയ്തു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വർ സൈമൾട്ടേനിയസ്. അപ്പോൾ സ്നേക്ക് എൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തതും ഞാൻ ടേൺ ചെയ്യുന്നതും എന്താണ്, സൈമൾട്ടേനിയസ് ആയിരുന്നു, ഒരേ സമയത്തായിരുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. വാട്ട് വർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് ടേക്കൺ ബൈ ദ ഹോമിയോപാത്ത്? ഇപ്പം ഇദ്ദേഹം ഒരു ഹോമിയോപാത്ത് ആണ്, ഹോമിയോപ്പത്തിക് ഡോക്ടറാണ്. ഇദ്ദേഹം ലൈഫിൽ എടുത്ത 2 ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് എന്തൊക്കെയാണ് ഇദ്ദേഹം എടുത്ത 2 ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ്? പാസേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഹി വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അതാണ് ഫസ്റ്റ് ആൻസർ വരുന്നത്. പിന്നെ ഹി വുഡ് ഓൾവേസ് ഹാവ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. പിന്നെ ഒരു ഷേക്കിംഗ് ഡെസിഷനും കൂടെ എടുത്തു. ഹി വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. അപ്പോൾ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കൂ, ആരോ കുട്ടികൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടുണ്ട് ആൻസറിന്. ഇവിടെ ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഐ എന്ന് എഴുതരുത്, ഹി എന്ന് വേണം എഴുതാൻ. ഹി വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. അതേപോലെ ഹി വുഡ് ഓൾവേസ് കീപ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ഹി വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ് എന്ന് എഴുതരുത്, ഹിസ് ഫേസ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഹിസ് ഫേസ്, അവൻ്റെ മുഖത്ത് എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ബിക്കോസ് ഇപ്പം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഡോക്ടർ അല്ല, നിങ്ങളല്ലല്ലോ ആ ഡോക്ടറുടെ ഓൺ വേർഡ്സിലാണ് ഇത്രയും നേരം സ്റ്റോറി നമ്മൾ റീഡ് ചെയ്തത്. പക്ഷെ നിങ്ങൾ വേറൊരാളാണ്. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഒരു നറേറ്ററുടെ രൂപത്തിൽ നിങ്ങൾ എഴുതുമ്പോൾ ഹീ ഷീ എന്നൊക്കെയാണ് നമ്മൾ ക്യാരക്ടറിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡിഡ് ദ ഹോമിയോപാത്ത് വാണ്ട് ടു മാരി എ ഫാറ്റ് ലേഡി ഡോക്ടർ? അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹാഫ് മാർക്കേ കിട്ടുള്ളൂ. അങ്ങനെ എഴുതരുത്. ദ ഹോമിയോപത്ത് wanted to marry എ ഫാറ്റ് ലേഡി ഡോക്ടർ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് ഇഫ് ഹീ മേക്സ് സം സില്ലി മിസ്റ്റേക്സ് ആൻഡ് നീഡഡ് ടു റൺ അവേ ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം ആൻഡ് ക്യാച്ച് ഹിം എന്നായിരിക്കണം ആൻസർ. ഒന്നും കൂടെ പറയാം. The homeopath wanted to marry a fat lady doctor because if the doctor made some silly mistake and needed to run away, she should not be able to run after him and catch him. ഇവിടെ ഹിം എന്ന് പറയുന്നത് മീക്ക് പകരമാണ് ഞാൻ പറയുന്നത്. കാരണം ഡോക്ടറുടെ വാക്കുകളായിട്ടല്ല, നമ്മൾ നമ്മുടെ വാക്കുകളിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ, how did the homeopath react when the snake landed on his shoulder? How did the homeopath react when the snake landed on his shoulder? He was shocked. അല്ലേ? എന്താണ് അവിടെ നമുക്ക് എന്താണ് അവിടെ ഇമോഷൻ കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതാം. The homeopath was shocked when the snake landed on his shoulder. ഇനി pick out a word from the passage that means happening or done at the same time. ഏതാണ് ആ വേർഡ്? pick out a word from the passage that means happening or done at the same time. പറയൂ, ഏത് വേർഡാണ് അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? Simultaneous. വെരി ഗുഡ്, സൈമൾട്ടേനിയസ് എന്നുള്ള വേർഡാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലവ്ലി തോട്ട് സ്ട്രക്ക് ദ ഹോമിയോപത്സ് മൈൻഡ്? ഇതും നിങ്ങൾക്ക് ഇപ്പോൾ പറയാമല്ലോ. വാട്ട് ലവ്ലി തോട്ട് സ്ട്രക്ക് ദ ഹോമിയോപത്സ് മൈൻഡ്? എന്താണ് ആ ലവ്ലി തോട്ട്? എന്തായിരുന്നു ഹോമിയോപത്തിന്റെ മൈൻഡിൽ വന്ന്? ആദ്യം ഒരു തോട്ട് വന്നു, പിന്നൊരു തോട്ട് വന്നില്ലേ, അതാണ് ആ ലവ്ലി തോട്ട്. ഫസ്റ്റ് 2 തോട്ടുകൾ വന്നു, 2 തോട്ടുകൾ വന്നു, പിന്നെ അത് കഴിഞ്ഞാണ് ലവ്ലി ആയിട്ടുള്ള തോട്ട് വരുന്നത്. എന്താണ്? മാരി ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പൊ മാരി ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ഐ വുഡ് മാരി. അപ്പോൾ അവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ദ ലവ്ലി തോട്ട് for the homeopath was that he would get
മാരീഡ്. മാരീഡ് മാത്രം എഴുതിയാൽ പോരാ ദിയ കേട്ടോ, സെന്റൻസ് ആയിട്ട് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഹാഫ് മാർക്ക് തരുമോ എന്ന് തന്നെ ഡൗട്ടാണ്. ഓക്കെ, നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതിയാലേ മാർക്ക് തരുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ സെന്റൻസ് എഴുതുമ്പോൾ ഹീ ഐ എന്ന് എഴുതരുത്, ഐ എന്ന് ഒരിക്കലും എഴുതരുത്. കാരണം നിങ്ങളല്ല ആ ഡോക്ടർ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നില്ല ഹീ, അല്ലെങ്കിൽ ഇതൊരു ലേഡി ഡോക്ടറുടെ കാര്യമാണെങ്കിൽ ഷീ എന്ന് വേണം നമ്മൾ അവിടെ അഡ്രസ് ചെയ്യാൻ. പ്രൊനൗൺസിന്റെ യൂസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമുണ്ട് ഇവിടെ, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിൽ നിന്ന് നിങ്ങൾ തേർഡ് പേഴ്സണിലേക്കാണ് പോകുന്നത്. ഞാൻ സെന്റൻസ് തന്നെയാണ് എഴുതാറുള്ളത്. ഓക്കെ, ഫോളോ ദാറ്റ് റൂൾ. ബട്ട് സെന്റൻസസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ നിന്നും തേർഡ് പേഴ്സണിലേക്ക് മാറ്റി എഴുതണം കേട്ടോ. ഇനിയിപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് റീഡ് ദ ലൈൻസ് ഇൻ ദ പോയം. പോയട്രി ഞാനിപ്പോൾ നോക്കുന്നില്ല, കാരണം പോയം വന്നിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. ഓക്കെ, ഇപ്പോൾ പോയം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ബിക്കോസ് നമുക്ക് പാസേജ് പോലെ പോയം അങ്ങനെ പെട്ടെന്ന് റീഡ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു തരണമെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പോയട്രി എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം ഞാൻ. ബട്ട് ഓൾ ദ ടൈം ഐ സീ ബീങ് എ ക്ലൈംബിങ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് and turning corners and sometimes going in the dark where there is not been no light. So boy, don't you turn back, don't you sit down on the steps, cause ennu parnathu because ennaanu, because you finds it's kinder hard. Don't you fall now, for I still going honey, I'll still climbing, and life for me is not been no crystal stair. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയട്രി നിങ്ങൾ സെപ്പറേറ്റ്, അതായത് നല്ലോണം റീഡ് ചെയ്യുക. പോയട്രിക്ക് നമുക്ക് ലാസ്റ്റിലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത് ഞാൻ അത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടൈം നോക്കിയിട്ട്, നിങ്ങൾക്കിപ്പോൾ ഗ്രാമർ ആണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ പോയട്രിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇതൊരു പോയമാണ്. Read the lines from the poem The Ballad of Father Gilligan and prepare a note of appreciation focusing on the theme, images and other poetic devices. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, പോയട്രിയിൽ തന്നെ എല്ലാ പോയട്രിയും നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. ഈ അപ്രിസിയേഷൻ എഴുതാൻ പറയുന്ന പോയംസ് എല്ലാ പോയംസിനും ചോദിക്കില്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചോദിക്കും പോയറ്റിക് ഡിവൈസും തീമും ഇമേജസും ഒക്കെയുള്ള പോയത്തിനായിരിക്കും അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരിക. കാരണം അപ്രിസിയേഷൻ 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5 മാർക്കിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ വെറും ഒരു തീം ഉണ്ടെങ്കിൽ മാത്രം പോരാ, ഇമേജസും പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിലാണ് അപ്രിസിയേഷൻ എഴുതാൻ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ പോയം ഇന്ന പോയം എഴുതിയിരിക്കുന്നത് ഇന്ന ആളാണ് എന്നുള്ളത് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഫസ്റ്റ് ലൈൻ തന്നെ എന്താണ്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് എ ഫേമസ് പോയം റിട്ടൺ ബൈ ഡാഷ്. ആരാണ് ഇതിന്റെ ഓത്തർ? എനിക്ക് ഓത്തർ അറിയില്ല, ഞാൻ അതാ ചോദിക്കുന്നത്. ഹു ഇസ് ദ ഓത്തർ ഓഫ് ദിസ് പോയം? ആരാണ്? I didn't hear. The Ballad of Father Gilligan. Who is the author? മക്കളെ, നിങ്ങൾ ഒരു പ്രാവശ്യം പറയുള്ളൂ, ഇന്ന് കേൾക്കുന്നില്ല, അതാണ് ചോദിക്കുന്നത്. ഇതിൽ എന്താണ് ഇതിൽ കൊടുത്തിട്ടില്ലല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഹു ഇസ് ദ ഓത്തർ? ഓത്തർ അറിയാണ്ടാണോ? വില്യം ബട്ട്ലർ. വില്യം ബട്ട്ലർ യീറ്റ്സ്, അല്ലെങ്കിൽ WB യീറ്റ്സ് എന്ന് നമുക്ക് അദ്ദേഹത്തിന് പറയാം. ഓക്കെ, ഓത്തർ ആരാണെന്നുള്ളത് പഠിച്ചിരിക്കണം. അപ്രിസിയേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പോയംസ് ഉണ്ട് ഈ വർഷം പഠിക്കാൻ? 7 പോയംസ് ഉണ്ടോ? 6 പോയംസ് ഉണ്ടോ? എത്ര പോയംസ് ഉണ്ടോ അതിന്റെ എല്ലാം ടൈറ്റിലും ഓത്തറും ബൈ ഹാർട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പോയട്രിയുടെ അപ്രിസിയേഷൻ എഴുതാൻ പറയുമ്പോൾ പോയത്തിന്റെ പേര് മാത്രം പോരാ, ഓത്തറിന്റെ നെയിമും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? The Ballad of Father Gilligan is a famous poem written by William Butler Yeats. ഫസ്റ്റ് സെന്റൻസ് തന്നെ അത് കൊടുക്കണം. ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ അത് കൊടുത്താലേ നിങ്ങൾക്ക് ഒരു ഓപ്പണിങ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയത്തിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. സോ an old priest, Peter Gilligan, is the main character of the poem, of this poem. Okay, he is an old priest. അപ്പോൾ എങ്ങനെ പറയാം? Peter Gilligan is the main character of this poem. He is an old priest. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പോയം നോക്കൂ.
The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green sods lay. Once, while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after cried he, God forgive, my body spake not I. ഓക്കെ, അതായത് ഇതൊരു റൈമിങ് ആയിട്ടുള്ളൊരു പോയമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഫാദർ ഗില്ലിഗന്റെ കാര്യങ്ങളൊന്ന് പ്രസന്റ് ചെയ്യാം. ദ ഓൾഡ് പ്രീസ്റ്റ് ഫാദർ പീറ്റർ ഗില്ലിഗൻ വാസ് വെയറി നൈറ്റ് ആൻഡ് ഡേ ബിക്കോസ് ഫോർ എന്നിവിടെ പറയുന്നുണ്ട്. ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൺജങ്ഷൻ പഠിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്നുള്ള മീനിങ് ആണ്. ബിക്കോസ് ഹാഫ് ഹിസ് ഫ്ലോക്ക് വർ either in their beds or under green sods, okay, or were laying under green sods, അങ്ങനെയും എഴുതാം. Okay, one day when he was nodding in a chair at the moth hour of the eve, a poor man was sent for him, and Peter Gilligan began to grieve. He said, I have no rest, nor joy, nor peace, for people die and die. ആ ലൈൻസ് ഒന്ന് പഠിച്ചു വെക്കുക. I have no rest, nor joy, nor peace, for people die and die. അത് എന്നിട്ട് എന്ത് ചെയ്യുക, കോട്ട്സിൽ തന്നെ എഴുതി കൊടുക്കുക. And after cried he, അത് വേണ്ട. And later the father cried, saying, God forgive, my body spake not I. Okay, in the sense, what is meaning of my body spake not I എന്ന് പറയുമ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്, അതായത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, എന്നെ ശിക്ഷിക്കല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്, ഗോഡിന്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, മീൻസ് അദ്ദേഹത്തിന്റെ എക്സോഷൻ ആണ് പറയുന്നത്. പക്ഷെ എന്താണ്, സ്പിരിച്വലി അദ്ദേഹം കമ്മിറ്റഡും ആണ്. അത് ജോലി ചെയ്യാണ്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ, എൻ്റെ ദേഹമാണ് സംസാരിച്ചത്, ഞാനല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ സമ്മറി എഴുതി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഒറ്റ പാരഗ്രാഫിൽ എഴുതുക. സ്റ്റാർട്ടിങ് ഫ്രം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ is a famous poem written by William Butler Yeats. The main character of this poem is Peter Gilligan, who is an old priest. പിന്നെ ഓൾഡ് പ്രീസ്റ്റിന്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇതൊരു പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, ദിസ് പോയം ഇസ് എ റൈമിംഗ് വൺ. ഓക്കെ, ആൻഡ് ഇതിന്റെ റൈം സ്കീം എഴുതുക. ഇറ്റ് ഫോളോസ് എ റൈം സ്കീം ഓഫ് എന്താണ്, എങ്ങനെയാണ് റൈം സ്കീം കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ നോക്കൂ, ഗില്ലിഗൻ ഡേ ബെറ്റ്സ് ലേ. അപ്പോൾ എ ബി സി ബി, എ ബി സി ബി. ഓക്കെ, പിന്നെ അടുത്തത് വീണ്ടും ചെയർ ഈവ് ഹിം ഗ്രീവ്, വീണ്ടും എ ബി സി ബി. റൈം സ്കീം കണ്ടുപിടിക്കാൻ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? Does anyone have doubts? Yeah, ma'am. No. ഓക്കെ, റൈം സ്കീം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എ ബി സി ബി എന്നാണ് ഇതിന്റെ റൈം സ്കീം വരുന്നത്. കാരണം ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും റൈം ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിന് എ സി എന്ന് പേര് കൊടുക്കുന്നു. പക്ഷെ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും റൈമിംഗ് ആണ്, അപ്പൊ അതിന് ബി ബി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു പോയത്തിൽ ഫസ്റ്റ് സ്റ്റാൻസൊക്കെ എന്ത് റൈം സ്കീം ആണോ അത് തന്നെയായിരിക്കും ത്രൂ ഔട്ട് ആ പോയത്തിന്റെ റൈം സ്കീം. അപ്പൊ അതേപോലെ തന്നെ എ ബി സി ബി. ലാസ്റ്റ് വൺ പീസ് ഡൈ ഫോർഗീവ് ഐ. അപ്പൊ പീസിന് എ, ഡൈന് ബി, ഫോർഗീവിന് സി, ഐന് വീണ്ടും ബി, ഡൈ ഐ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ഈ പോയിന്റ് തന്നിട്ട് റൈറ്റ് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ എ ലേ അതൊരു പെയറായി, ഈവ് ഗ്രീവ് അതൊരു പെയറായി, ഡൈ ഐ അതൊരു പെയറായി. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് പോയറ്റിക് ഡിവൈസസ് ചോദിക്കുന്നുണ്ട്. പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ്? സിമിലി, മെറ്റഫർ, അലിട്രേഷൻ, ഇതൊക്കെയല്ലേ. സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അലിട്രേഷൻ. ഈ 3 എണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് അലിട്രേഷൻ ആദ്യം നോക്കുക, എളുപ്പമുള്ളതാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണെന്നറിയോ? അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് വരുന്ന വേർഡ്സിൽ ഫസ്റ്റ് ലെറ്റർ സെയിം ആയിട്ട് വരുന്നത്. ഹൈപ്പർബോൾ ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ ഹൈപ്പർബോൾ? ഈ പോയത്തിൽ ഹൈപ്പർബോൾ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഹൈപ്പർബോൾ എന്താണ്? സീന പ്രജോഷ്. അതായത് ചെറിയ കാര്യത്തിന് വലുതാക്കി കാണിക്കുന്നത് അല്ലെ ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയാണ്, ഐ ആം ഹംഗ്രി ആസ് ഇഫ് ഐ വിൽ ഈറ്റ് യു.
എനിക്ക് ഭയങ്കര വിശപ്പാണ്, ചിലപ്പോൾ ഞാൻ നിന്നെ തന്നെ തിന്നു പോകും. അപ്പം എൻ്റെ വിശപ്പിൻ്റെ ആ ഒരു അളവ് കാണിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് എ ഹൈപ്പർബോൾ. ഓക്കെ, അപ്പം ഈ പോയത്തിൽ നമുക്ക് ഹൈപ്പർബോൾ ഉണ്ടോ? റൈം സ്കീം പറഞ്ഞു, അലിട്രേഷൻ, യെസ് അലിട്രേഷൻ ഉണ്ട്. ആരെങ്കിലും ഒന്ന് പറയൂ, ഏതാ അലിട്രേഷൻ ഇവിടെ? അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ പറയണം, ദിസ് പോയം ഹാസ് 2 അലിട്രേഷൻസ് എന്ന് പറയാ. എന്നിട്ട് ആ അലിട്രേഷൻസ് ഒന്ന് കോട്ട്സിൽ കൊടുക്കുക. അലിട്രേഷൻ പറയൂ, ഏതാണ്? അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം ഒന്ന് പറയൂ ഏതാണ്? I have no rest, nor joy, nor person. നോർ പീസ്, പേഴ്സൺ അല്ല, പീസ്. ആ, അപ്പൊ നോ റെസ്റ്റ്, നോർ ജോയ്, നോർ പീസ്. ഓക്കെ, അതൊരു അലിട്രേഷൻ ആണ്. പിന്നെ എന്താണ്? ഡൈ ആൻഡ് ഡൈ, അതൊരു അലിട്രേഷൻ അല്ലേ? ഡൈ ആൻഡ് ഡൈ. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താണ്? വേറെ നമുക്ക് മെറ്റഫർ ഉണ്ടോ നോക്കാം. മെറ്റഫർ പറഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രണയം ഒരു ചുവന്ന റോസാപ്പൂവാണ്. അതൊരു മെറ്റഫർ ആണ്. ഐ എം കമ്പയറിങ് മൈ ലവ് ടു എ റെഡ് റോസ്. വേറാസ് ഇഫ് ഐ ടെൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറഞ്ഞാൽ ലൈക്കോ ആസോ വെച്ചിട്ട് പറയുമ്പോൾ മൈ ലവ് ഈസ് ആസ് എ റെഡ് റോസ് എന്ന് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ ലവ് എന്ന് പറയുന്നത്, എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു ചുവന്ന റോസാപ്പൂവ് പോലെയാണ്. അപ്പൊ ചുവന്ന റോസാപ്പൂ ആണ് എന്ന് പറഞ്ഞാൽ അത് മെറ്റഫർ. ചുവന്ന റോസാപ്പൂവ് പോലെയാണെന്ന് പറയുമ്പോൾ അതെന്താണ്? സിമിലിയാണ്. സിമിലിക്ക് നമുക്ക് ലൈക്കും യൂസ് ചെയ്യാം, ആസും യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് വരുന്നത്? വാസ് വിയറി നൈറ്റ് ആൻഡ് ഡേ ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്സ് were in their beds or under green sods lay. Once while he nodded in a chair at the moth hour of the eve, another poor man sent for him and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after he cried, God forgive, my body spake not I. അപ്പൊ ഏതാണ് ഇവിടെ മെറ്റഫർ ആയിട്ട് വരുന്നത്? ഒരു മെറ്റഫറോ ഒരു സിമിലിയോ നിങ്ങൾ പറയൂ. ഗ്രീൻ സോഡ്സ് ലേ, അതൊരു മെറ്റഫർ അല്ലേ? ഒരു കളർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്, അപ്പൊ അതൊരു മെറ്റഫർ ആണ്. പിന്നെ എന്താണ് മെറ്റഫർ ഓർ സിമിലി ഏതെങ്കിലും എന്താ കിട്ടുന്നത്? ഹൈപ്പർബോൾ ഉണ്ട്, ഒരു ഹൈപ്പർബോൾ ഉണ്ട്, അത് എൻഡിലാണ് വരുന്നത്. മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ എന്ന് പറയുന്നുണ്ട്, അപ്പൊ അതൊരു ഹൈപ്പർബോൾ ആണ്. ഞാനല്ല സംസാരിച്ചത്, എൻ്റെ ബോഡിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു എൻ്റെ ബോഡി ആണ് ഇങ്ങനെ പറഞ്ഞത്, ബട്ട് ഐ ആം ഫിസിക്കലി കമ്മിറ്റഡ് ടു ദിസ് ഡിവൈൻ പ്രൊഫഷൻ. അപ്പൊ അതൊരു ഹൈപ്പർബോൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിമിലി മെറ്റഫർ. സിമിലി ഇല്ല ഇതിൽ, സിമിലി കാണുന്നില്ല. ലൈക്ക് ഓർ ആസ് വന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സിമിലീസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പാസേജ് ആണ്. ഈ പാസേജ് ഞാൻ റീഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി സെയിം പാസേജ് ആയിരിക്കില്ല തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. സാധാരണ പോലെ ചോദിച്ചിട്ടുള്ളൂ, സ്റ്റോറി റീഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, വാട്ട് വാസ് ഓൾഡ് സാന്റിയാഗോ ഡിറ്റർമിൻഡ് ടു ഡു? ഹൗ ഡിഡ് ദ ഫിഷ് റിയാക്ട് വെൻ ഇറ്റ് വാസ് കോട്ട് ബൈ സാന്റിയാഗോ? സാന്റിയാഗോ വാസ് പ്രൗഡ്, വൈ? What happened to the marlin caught by Santiago? What did Santiago feel about his effort, though he got only the marlin? അപ്പോൾ ഇതൊക്കെ എന്താണ്, പാസേജ് റീഡ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 പാസേജസും 2 പോയം കോംപ്രിഹെൻഷൻസും, 2 പാസേജ് കോംപ്രിഹെൻഷൻസും പോയം കോംപ്രിഹെൻഷൻസും എക്സാമിന് ഉണ്ടാവും. ഇനി ക്വസ്റ്റ്യൻ 15 വരെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോയി. ഇനി മുതലാണ് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. 16 to 17 ഓപ്ഷൻ ഉണ്ട്. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 120 വേർഡ്സ്. ഓക്കെ, 2 എണ്ണം ഉണ്ട്, 16ഓ 17ഓ. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. 120 വേർഡ്സിൻ്റെ ഉള്ളിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ 120 വേർഡ് എത്തിയോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കരുത്. ഒരു ഹാഫ് പേജ് തന്നെയാണ് 120 വേർഡ്സ് എന്ന് പറഞ്ഞാൽ. നോർമൽ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാൾക്ക് പറയാം, വളരെ ചെറുതും അല്ല വളരെ വലുതും അല്ല. നോർമലി ഒരാൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിന്റെ പകുതി എഴുതിയാൽ തന്നെ 150 വേർഡ്സ് വരും. അപ്പൊ 150 വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് വെച്ച് എഴുതുക. 120 എന്ന് പറയുമ്പോൾ ഒരു 150 ആയാലും കുഴപ്പമൊന്നുമില്ല.
വേർഡ് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോ വേർഡ് എണ്ണി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അത് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? I have never owed a penny in my life. Cash down, that's my motto, and I want you to do the same. These are the words of Aunt Jane from the play The Never Never Nest. She was disappointed with Jack's and Jill's way of life. Their expenditure was beyond their earnings. In light of your reading of the play, prepare a review of it. പ്ലേയുടെ റിവ്യൂ എഴുതാൻ പറയുന്നുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ് റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു മൂവി കണ്ടു, നിങ്ങളൊരു മൂവി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവരും ഒരു മൂവി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ആ മൂവിയുടെ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ആ മൂവി എങ്ങനെയുണ്ട്? ഫസ്റ്റ് നമ്മൾ എന്ത് പറയും? ആ മൂവി ഡയറക്റ്റ് ചെയ്തത് ആരാണ്, പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് പറയണം. അത് കഴിഞ്ഞാൽ അതിലത്തെ മെയിൻ സ്റ്റാർ ഹീറോ ആരാണ്, ഹീറോയിൻ ആരാണ്, പിന്നെ മറ്റുള്ള കാസ്റ്റ് നമ്മൾ പറയും, കാസ്റ്റിംഗ് ആരാണ്, ആക്ടേഴ്സ് ആക്ട്രസസ് പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റിവ്യൂ നമ്മൾ ഓപ്പണിൽ പറയാൻ തുടങ്ങുന്നത്. സ്റ്റോറിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ, ഒരു ഡീറ്റെയിലിംഗ് മാത്രമേ അവിടെ പറയാൻ പാടുള്ളൂ. കാരണം മൊത്തം സ്റ്റോറി നമ്മൾ ഒരിക്കലും റിവ്യൂവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, അത് മറ്റേ സ്പോയിലറായി പോകും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക സ്റ്റോറിനെ കുറിച്ചിട്ട്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഈ സ്റ്റോറിയിൽ ജാക്കും ജില്ലും ചെയ്തത് ഇറ്റ് ഈസ് റോങ്. ജാക്ക് ആൻഡ് ജില്ല് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം അവരുടെ ആണ്ടിനെ പോലെ അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആണ്ടിൻ്റെ വേർഡ്സ് അവർ കേട്ട് ജീവിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ ആ പ്ലേ റീഡ് ചെയ്തിട്ട്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു നറേറ്റീവ് പ്രിപ്പയർ ആണ് പറയുന്നത്. Okay, the boy in the story Adventures in a Banyan Tree was excited and thrilled to witness the fight between the cobra and the mongoose. After reaching the house, he narrates the fight scene to his grandfather. Prepare the likely narrative. Narrative എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. സാധാരണ കഥ എഴുതുന്നതിനാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ റിവ്യൂ റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ റിവ്യൂ എഴുതുക. സ്റ്റോറി റൈറ്റിംഗ് അല്ലെങ്കിൽ നറേറ്റീവ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് എഴുതുക. ഹിൻസ് അവർ തന്നിട്ടുണ്ട്, ഏതിനായാലും ഹിൻസ് തന്നിട്ടുണ്ട്, ആ ഹിൻസ് ഡെവലപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയാണ് 16, 17 വരുന്നത്. ഇനി 18 to 20 ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ടീസ്. The literary club of your school has decided to conduct a book fest and an exhibition of Vaikam Muhammad Bashir's book on July 5th, Bashir Day. Prepare a notice inviting the public to the festival. അപ്പോൾ എന്താണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, നോട്ടീസിനൊരു ഹെഡിങ് വേണം. എന്ത് കൊടുക്കാം? ബുക്ക് ഫെസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് നോട്ടീസ് എഴുതാം. അപ്പം നോട്ടീസ് എഴുതുമ്പോൾ we, the literary club, are pleased to inform that we have decided to conduct a book fest and an exhibition of Vaikam Muhammad Bashir's works on July 5th, which is Bashir Day. We request all the students to join in this exhibition and make the day a grand success എന്ന് പറഞ്ഞിട്ട് താഴെ എന്ത് ചെയ്യുക, സൈൻ കൊടുക്കണം. താഴെ നിങ്ങൾക്ക് കൺവീനറിനോ ട്രഷററിനോ എന്തെങ്കിലും ഒരു ടൈറ്റിൽ, ഒരു ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഇതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലിറ്റററി ക്ലബിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എവിടെ വെച്ചിട്ടാണ്, എത്ര മണിക്കാണ്, സമയം എപ്പോഴാണ്, ഡേ എപ്പോഴാണ്, ഡേറ്റ് എപ്പോഴാണ്, ഇത് 3ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബോക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് ജൂലൈ 5th അവർ തന്നിട്ടുണ്ട്. ടൈം 10 AM കൊടുക്കാം, അല്ലെങ്കിൽ 9 AM കൊടുക്കാം. പ്ലേസ് എന്നുള്ളതിന് പകരം വെന്യൂ എന്ന് കൊടുത്തൂടെ? വെന്യൂ, VENUE, യെസ്, വെന്യൂ. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ, ആ വേർഡ് യൂസ് ചെയ്യാം, വെന്യൂ. അപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയംനോ അല്ലെങ്കിൽ സ്കൂൾ ഹാളിനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19th one. Neelakanta was quite shocked when he saw Kiran pulling out the missing inkstand from his box. He was upset that Kiran had found out his prank. His last hope of proving himself innocent failed miserably. He decided to leave the house. Before leaving, he jotted down his feelings in his diary. Prepare the likely diary entry. അപ്പോൾ നീലകണ്ഠയുടെ ഡയറി. അപ്പോൾ നീലകണ്ഠ സ്റ്റോറി റീഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും നീലകണ്ഠ ആൻഡ് കിരൺ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയായിരുന്നു,
എന്താണ് ഈ സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളൊരു ഡയറി എഴുതണം. അപ്പോൾ ഡയറി എഴുതാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടോപ്പിൽ എഴുതേണ്ടത്? ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എഴുതേണ്ട 2 കാര്യങ്ങളുണ്ടല്ലോ. എന്താണ്? ഡേറ്റും ടൈമും. അപ്പോൾ ഡേറ്റും ടൈമും രണ്ടും നിങ്ങൾ എവിടെയാണ് എഴുതേണ്ടത്? ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ലെഫ്റ്റ് ടോപ്പ് കോർണറിലാണ് എഴുതേണ്ടത്. ഓക്കെ. പിന്നെ താഴെ സൈന് കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഡയറിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിൻ്റെ അടുത്ത് നിങ്ങളുടെ ബുക്കിൽ സ്വന്തം നിങ്ങൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സൈനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് 20th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Anton Chekhov's short story Vanka portrays the plight of 9-year-old boy named Vanka. So the story Vanka portrays the difficulty or the plight of a 9-year-old boy named Vanka. Write a paragraph on the sufferings of the boy in Alyakin's house. അപ്പോൾ വങ്ക എന്ന് പറയുന്ന ക്യാരക്ടറുടെ സഫറിങ്സ് എന്തൊക്കെയായിരുന്നു ആ സ്റ്റോറിയിൽ, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് കംഫർട്ടബിൾ. നോട്ടീസ് എന്തായാലും നിങ്ങൾ എഴുതുക, കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നോട്ടീസ്, ടൈം സേവിങ് ആണ്. 1920 ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. നോട്ടീസിൽ അപ്പോൾ നിങ്ങൾ സൈനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ബോക്സ് വരയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില നോട്ടീസുകളിൽ കാണാം സൈനൊക്കെ ചെയ്തിട്ട് സൈഡിൽ കൊടുക്കും ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ചെറിയൊരു പാരഗ്രാഫ് എഴുതിയില്ലേ നോട്ടീസ്, അത് കഴിഞ്ഞ് തൊട്ട് താഴെ ആ ബോക്സിൽ ഡേറ്റ്, ടൈം, വെന്യൂ കൊടുത്തിട്ട് പിന്നെ താഴെ സൈൻ ചെയ്യാം. ഓക്കെ. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ടീച്ചർ നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കറക്ഷൻ ചെയ്യുന്നവർ, വാല്യൂഷൻ ചെയ്യുന്നവർ അങ്ങനെയായിരിക്കാം എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21 to 25 ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓരോന്നിനും 6 മാർക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഓക്കെ. ആ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിലത്തെ ആ കുട്ടി ഹി റൈറ്റ്സ് എ ലെറ്റർ ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ ആയതുകൊണ്ട് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാം. ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ജസ്റ്റ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഡേറ്റ് ആൻഡ് പ്ലേസ്. സ്റ്റാർട്ട് വിത്ത് ഡേറ്റ് ദെൻ പ്ലേസ്. ഡേറ്റ് ആൻഡ് പ്ലേസും കഴിഞ്ഞാൽ പിന്നെ താഴെ ഡിയർ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റിൽ എന്ത് ചെയ്യുക, യുവേഴ്സ് ലവിങ്ലി എന്ന് പറയാം. ഫ്രണ്ട് അല്ലേ, അപ്പോൾ യുവേഴ്സ് ട്രൂലി അതൊന്നും വേണ്ട. യുവേഴ്സ് ലവിങ്ലി. ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിലെ കുട്ടിക്ക് പേരുണ്ടോ? ക്യാരക്ടർ നെയിം ഉണ്ടെങ്കിൽ ക്യാരക്ടറിൻ്റെ നെയിം തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോയുടെ നെയിം കൊടുക്കാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അതേപോലെ നോട്ടീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം മെൻഷൻ ചെയ്യരുത്. നോട്ടീസ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് മെൻഷൻ ചെയ്യരുത്. പബ്ലിക് എക്സാം ആണ്. അപ്പോൾ നമ്മുടെ നെയിമോ നമ്മുടെ സ്കൂളിൻ്റെ നെയിമോ നമ്മുടെ റോൾ നമ്പറോ ഒന്നും രജിസ്റ്റർ നമ്പറോ ഒന്നും ആൻസർ പേപ്പറിൽ എഴുതാൻ പാടില്ല. ഓക്കെ. ഇനിയിപ്പോൾ 22nd ക്വസ്റ്റ്യൻ എന്താണ്? സ്പീച്ച് ആണ്. സ്പീച്ച് എന്താണ്? മാർത്ത സലിനാസ് വാസ് awarded the scholarship jacket for maintaining the highest grades for 8 years by her school. She delivered a speech after receiving the scholarship jacket. Prepare the text of the speech. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യണം, മാർത്ത സലിനാസ് എന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവർ 8 years ആയിട്ട് അവർ ഹൈ ഗ്രേഡ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി. അപ്പോൾ എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ സ്പീച്ച്? അത് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്പീച്ച് നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, സ്പീച്ചാണ് നിങ്ങൾക്ക് കഴിയുന്നത്. സ്പീച്ച് കുറേ പേര് റിജക്റ്റ് ചെയ്യില്ലെന്നാണ് കേട്ടത് ഞാൻ. അപ്പോൾ സ്പീച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ്, ഓരോന്നും ഓരോ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ സ്പീച്ച് നിങ്ങൾക്ക് എഴുതണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. ഈ ക്വസ്റ്റ്യൻ ഈ ലൈവിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യു വർ ഇൻസ്പയർഡ് ബൈ Chimamanda Ngozi Adichie's speech and decided to include an interview with Adichie in your school magazine. As one of the editors of the school magazine, prepare 6 questions to interview her. Okay, so ഈ Chimamanda Ngozi Adichie ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ, ഈ റൈറ്ററിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു 6 suitable questions ഫോം ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമ്മൾ ചോദിക്കേണ്ട. അതിന് പകരം അവരുടെ കരിയറിൽ അവർക്കുള്ള റോൾ എന്താണ്, അല്ലെങ്കിൽ അവർ വെൻ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്, അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം.
അറ്റ് വാട്ട് ഏജ് ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് എന്ന് ചോദിക്കാം. ഹാവ് യു റിസീവ്ഡ് എനി അവാർഡ്സ് എന്ന് ചോദിക്കാം. അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ 24th ക്വസ്റ്റ്യൻ എന്താണ്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിരൺ. ദ കാസ്റ്റവേ എന്ന് പറയുന്ന സ്റ്റോറിയിൽ കിരൺ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയുന്നുണ്ട്. ആ കഥാപാത്ര നിരൂപണം എന്ന് പറയില്ലേ, അതാണ് ക്യാരക്ടർ സ്കെച്ച്. 6 മാർക്സ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മൈൻഡിൽ ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് പല ക്വസ്റ്റ്യൻസും നമുക്ക് തോന്നാം. വാട്ട് വാസ് യുവർ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്, വാട്ട് വാസ് യുവർ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഇൻ യുവർ ലൈഫ്, അങ്ങനെയൊക്കെ അതൊക്കെ ഇപ്പം നമുക്ക് ചോദിക്കുന്നതിൽ തെറ്റില്ല. പേഴ്സണലായിട്ട് ഇപ്പം നമുക്ക് വേർ ആർ യു, വേർ ഡു യു കം ഫ്രം, വേർ ആർ യു ലിവിങ്, വാട്ട് അബൌട്ട് യുവർ ഫാമിലി, അങ്ങനെ ചോദിക്കാണ്ടിരുന്നാൽ മതി. ഓക്കെ. 24 കഴിഞ്ഞു. ഇനി 25 വന്നിട്ട് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് രബീന്ദ്രനാഥ് ടാഗോർ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൻ. രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രൊഫൈൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഡേറ്റ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഡേറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. So you can see details of the batsman who hits centuries in the ICC Men's Cricket World Cup. ബാറ്റ്സ്മാൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് ബാറ്റ്സ്മാൻ, ഏത് കൺട്രി, എത്ര സെഞ്ചുറി, എത്ര റൺസ്, പിന്നെ സ്കോറും അഗെയിൻസ്റ്റ് ഏത് ടീമും എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡേറ്റ നല്ലോണം അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരും ഒഴിവാക്കില്ല. ഓക്കെ. ഇത് 20 ഇപ്പോൾ നമ്മുടെ 21 to 25 കാറ്റഗറി കഴിഞ്ഞു കേട്ടോ. 21 to 25 ഞാൻ പറയുന്നത് ലെറ്റർ ആരും ഒഴിവാക്കാണ്ട് എഴുതൂ. ലെറ്റർ വളരെ ഈസിയാണ്. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കരുത്, വളരെ ഈസിയാണ്. പ്രൊഫൈൽ ആരും ഒഴിവാക്കരുത്. ഓക്കെ. ഈ 3 എണ്ണം നിങ്ങൾ ഒഴിവാക്കാണ്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടും. പിന്നെ ക്യാരക്ടർ സ്കെച്ചും സ്പീച്ചും, ഇതിൽ നിങ്ങൾക്ക് ഏതാണ്, ചിലർക്ക് സ്പീച്ച് ആയിരിക്കാം, ചിലർക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കാം, അത് എഴുതാം. പിന്നെ 26 to 30, 26 to 30ൽ ആദ്യത്തേത് ഡേറ്റ അനാലിസിസ് വളരെ ഈസിയാണ്. 31 റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ. റിപ്പോർട്ട് ദ ഫോളോവിങ് ഡയലോഗ്. എത്ര പേരാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്ലാസ്സസ് കണ്ടത്, കഴിഞ്ഞ ക്ലാസ് വരെ എടുത്തത്? റിപ്പോർട്ടഡ് സ്പീച്ച് തറോ ആണോ? ഇപ്പോൾ നോക്കൂ, സത്യജിത് റേ പറയാണ്, വാട്ട് ക്യാൻ വി ഡു ടു ലെറ്റ് ദ ടൈഗർ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോവ്. തോരറ്റ് പറയാണ്, വി ക്യാൻ ടൈ എ തിൻ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. അപ്പോൾ സത്യജിത് റേ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, തോരത്ത് ആൻസർ ആണ് കൊടുക്കുന്നത്. സത്യജിത് റേ ആസ്ക്ഡ് വാട്ട് they can do to let the tiger free in the bamboo grove. What they can do. Okay, what can they do എന്ന് എഴുതരുത്, what they can do to let the tiger free in the bamboo grove. Thorat replied that they could tie a thin wire round the tiger's neck. can could ആക്കി മാറ്റണം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ can എക്സിസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഡാക്കി മാറ്റണമെങ്കിൽ മാറ്റിയാൽ മതി. സത്യജിത് റേ ആസ്ക്ഡ് വാട്ട് ദേ കുഡ് ഡു ടു ലെറ്റ് ദ ടൈഗർ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോവ് എന്ന് എഴുതാൻ പറ്റില്ല. ആൻസറിൽ പക്ഷെ നിർബന്ധമായിട്ടും ക്യാന് കുഡാക്കണം. ഓക്കെ. തോരറ്റ് റിപ്ലൈഡ് ദാറ്റ് ദേ കുഡ് ടൈ എ തിൻ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. എന്തുകൊണ്ടാണ് ഞാനിവിടെ ക്യാനെ കുഡാക്കുന്നത്? റിപ്ലൈഡ്, ആസ്ക്ഡ് എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് വേർബ് പ്ലൂറൽ ആണ്. ഓക്കെ. യെസ്, എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. കാരണം ഇങ്ങനത്തെ സെഷൻസിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക, ക്ലാസ്സസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോൾ 32nd ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇതിൽ എന്താണ് 26 to 30ൽ നിങ്ങൾക്ക് ഏതെങ്കിലും 5 questions എന്ന് പറയുന്നുണ്ടോ? ഇല്ല. 26 to 30 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, ഡേറ്റ അനാലിസിസ് ആണ്. ഇപ്പം ഇനിയുള്ള ചോദ്യങ്ങളിൽ ചോയ്സ് ഉണ്ടോ എന്ന് നോക്കണം. 31 എഴുതണം, 32 എന്താണ് നിങ്ങൾ എഴുതണം. ചോയ്സ് ഇല്ല, ഇതിനൊന്നും ചോയ്സ് ഇല്ല കേട്ടോ. 26 തൊട്ടിട്ട് ചോയ്സ് ഇല്ല. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത് ഒരു സെഷൻ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. ഫ്രേസൽ വേർബ്സ് സെപ്പറേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മേക്കപ്പ്, പുട്ടപ്പ് വിത്ത്, ടേൺ അപ്പ്, പുട്ട് ഓൺ, 4 എണ്ണമാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ടു കോമ്പൻസേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബേർഡൻ വന്നു, ഒരു ഭാരം വന്നു, ഹെവി വർക്ക് വന്നു. സോ ഐ വാസ് പുട്ടപ്പ് വിത്ത് എ ലോട്ട് ഓഫ് വർക്ക് യെസ്റ്റർഡേ എന്ന് പറയാം. പുട്ട് ഓൺ മീൻസ് വിയർ എന്നുള്ള മീനിങ് ആണ്. ടേൺ അപ്പ് മീൻസ് അപ്പിയർ ആവുക എന്നാണ്. അതുകൊണ്ട് നോക്കൂ, വങ്ക ഡാഷ് ഹിസ് മൈൻഡ് ടു പോസ്റ്റ് ദ ലെറ്റർ ഹി ഹാഡ് റിട്ടൺ. മൈൻഡിനെ സെറ്റാക്കി, അപ്പൊ മേക്കപ്പ് ചെയ്തു. അപ്പൊ മേക്കപ്പ് എന്നാണോ എഴുതുക? വങ്ക മേക്കപ്പ് ഹിസ് മൈൻഡ് ടു പോസ്റ്റ് ദ ലെറ്റർ ഹി ഹാഡ് റിട്ടൺ. മേക്കപ്പ് എന്നാണോ ആൻസർ? കറക്റ്റ് ആണോ? തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണേ. വങ്ക മേക്കപ്പ് ഹിസ് മൈൻഡ് ടു പോസ്റ്റ് ദ ലെറ്റർ ഹി ഹാഡ് റിട്ടൺ. ഹി യെസ്, മെയ്ഡപ്പ് എന്നാണ് അവിടെ വരേണ്ടത്. കാരണം ഇതൊരു സ്റ്റോറിയാണ്, ആന്റൺ ചെക്കോവിന്റെ സ്റ്റോറിയാണ്, അതിലത്തെ ക്യാരക്ടറാണ് വങ്ക. അപ്പോൾ വങ്ക മെയ്ഡപ്പ് ഹിസ് മൈൻഡ് ടു പോസ്റ്റ് ദ ലെറ്റർ എന്നാണ് എഴുതേണ്ടത്. പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. ഹി ഡാഷ് ഹിസ് കോട്ട്. put on തന്നെ പാസ്റ്റ് ടെൻസ്. He put on his coat and ran to the place where the post box was kept. It was not easy for him to dash the cold outside. To put up with the cold outside, അതായത് put up with എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നുള്ള മീനിങ് ഉണ്ട് ഇവിടെ, അതാണ് മീൻ ചെയ്യുന്നത്. He wanted to come back before his master and mistress. Turn up ആണോ turned up ആണോ? He wanted to come back before his master and mistress turned up. അവന്റെ മാസ്റ്ററും മിസ്ട്രസും വരുന്നതിന് മുൻപ് അവന് തിരിച്ചു വരണമായിരുന്നു. അപ്പൊ ടേൺഡ് അപ്പ് എന്നാണ് അവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ മേക്കപ്പ് മെയ്ഡപ്പ് ആയി, ടേൺ അപ്പ് ടേൺഡ് അപ്പ് ആയി. പുട്ടോണും പുട്ടപ്പ് വിത്തും അങ്ങനെ തന്നെയാണ്, കാരണം അതിന്റെ പാസ്റ്റ് ടെൻസ് സെയിം, അത് തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് എറേഴ്സ് ഉണ്ട്, എഡിറ്റിംഗ് ചെയ്യാൻ പറയുന്നത്. നോക്കാം, എറേഴ്സ് അവർ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പിന്നെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ABCD എന്ന് നമ്പർ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത പാരഗ്രാഫ് മുഴുവനായിട്ടും സമയമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിൽ അത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ, ABCD എന്ന് മാത്രം ഇട്ടിട്ട് എഴുതിയാലും കറക്റ്റ് ആൻസർ എഴുതി പോയാലും മതിയാവും. ഫുൾ പാരഗ്രാഫ് സമയമില്ലെങ്കിൽ എഴുതരുത്, അതിന് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, കിരൺ ഹാവ് എൻജോയ്ഡ് ബീയിങ് വിത്ത് ദ വില്ലേജേഴ്സ് ടീമിങ് വിത്ത് ഫൺ, ബട്ട് ഹിയർ of the riverside she could not tolerate the heavy burden of doing nothing. That was their point of discussion. He lost his spirit when she suddenly stopped responding and turned her head away. എങ്ങനെയാണ് ഫസ്റ്റ് വണ്ടെ ആൻസർ എന്താണ്? കിരൺ ഡാഷ് എൻജോയ്ഡ്. വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് വൺ? നിങ്ങൾക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞൂടെ ആൻസേഴ്സ്? കമന്റ് ബോക്സിലെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് പോസ്റ്റ് ചെയ്തൂടെ? ഹാഡ്. ഓക്കെ, കിരൺ ഹാഡ് ആണോ ഇവിടെ? ഓക്കെ, അപ്പൊ നമുക്ക് ഹാഡ് എടുക്കാം. കാരണം എന്താണ്? കിരൺ ഹാഡ് എൻജോയ്ഡ് ബീയിങ് വിത്ത് ദ വില്ലേജസ് ടീമിങ് വിത്ത് ഫൺ, ബട്ട് ഹിയർ ഡാഷ് ദ റിവർ സൈഡ്. ഓഫ് ദ റിവർ സൈഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? റിവർ സൈഡിൽ അല്ലെങ്കിൽ പുഴയോരത്ത് എന്നൊക്കെ പറയുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക? ഓൺ. യെസ്, ഓൺ. ബട്ട് ഹിയർ ഓൺ ദ റിവർ സൈഡ് ഷീ കുഡ് നോട്ട് ടോളറേറ്റ് ദ ഹെവി ബേർഡൻ. അവിടെ എന്താ മിസ്റ്റേക്ക്? അവിടെ വെരി ഗുഡ്. ബേർഡന്റെ സ്പെല്ലിംഗ് BURDEN എന്നാണ്. ബേർഡൻ, ഭാരം. ബേർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്. That was their point of discussion. He lost his spirit when she suddenly stopped responding and dashed her head away. എന്താണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരേണ്ടത്? Turned her head away. Very good. Next, complete the conversation between Ali and Zara. അപ്പോൾ ഇതൊരു സിറ്റുവേഷണൽ ഇതാണ്. യെസ്, ടേൺഡ് ആണ് ആൻസർ. വെരി ഗുഡ്. അപ്പോൾ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അലി ആൻഡ് സാറ. ഇവിടെ നിങ്ങൾക്ക് സിറ്റുവേഷൻ അവർ തന്നിട്ടുണ്ട്. സാറ ചോദിക്കുകയാണ് യു ആർ അപ്സെറ്റ് ഡാഷ്. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ ശരിക്കും എഴുതേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അവിടെ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. ആർൻറ്റ് യു. വെരി ഗുഡ്. യു ആർ അപ്സെറ്റ് ആർൻറ്റ് യു. അലി പറയാണ് യെസ് ഡിയർ. അപ്പോൾ സാറ എന്തായിരിക്കും നാച്ചുറലി ചോദിക്കുന്നത്? അലിയുടെ ആൻസർ ഇതാണ്, ഐ ലോസ്റ്റ് യുവർ ഷൂസ് അറ്റ് അക്ബർ അക്വാസ് ഷോപ്പ്. അപ്പൊ സാറയുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വാട്ട് ഹാപ്പൻഡ് അല്ലേ? വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു യു.
ഓക്കെ, ഇനിയിപ്പോൾ സാറ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ അലി പറയുന്നത് യെസ് ഐ സെർച്ച് ദ പ്ലേസ് പ്രോപ്പർലി ബട്ട് കുഡിൻ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ എന്ത് പറയാം? ഡിഡ് യു സെർച്ച് ഇറ്റ് പ്രോപ്പർലി, ഡിഡ് യു സെർച്ച് ഇറ്റ് പ്രോപ്പർലി, അല്ലെങ്കിൽ ഡിഡ് യു സെർച്ച് ഇറ്റ് എവ്രിവെയർ. ഓക്കെ, ഇനി സാറ പറയാണ് ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ് ഡാഷ്, ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ് ഡാഷ്. അപ്പോൾ അലി പറയാണ് ഡോണ്ട് ടെൽ ഫാദർ ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് us. അപ്പോൾ സാറ എങ്ങനെയായിരിക്കും പറയുന്നത്? ഇഫ് യു ഡോണ്ട് ഗെറ്റ് മൈ ഷൂസ് ഐ വിൽ ടെൽ ഫാദർ. അപ്പോൾ സാറ വാട്ട് ഷാൽ ഐ വിയർ ടുമോറോ? അലി പറയാണ് യു ഹാഡ് ബെറ്റർ ഡാഷ് വിയർ യുവർ സ്നീക്കേഴ്സ്, യു ഹാഡ് ബെറ്റർ വിയർ യുവർ സ്നീക്കേഴ്സ്. അപ്പോൾ സാറ ഓക്കെ ഐ വിൽ വിയർ യുവർ, ഓക്കെ യുവർ സ്നീക്കേഴ്സ് എന്ന് പറയുമ്പോൾ യു ഹാഡ് ബെറ്റർ വിയർ മൈ സ്നീക്കേഴ്സ് എന്ന് വരും. അപ്പോൾ സാറ പറയുന്നുണ്ട് ഓക്കെ ഐ വിൽ വെയർ യുവർ സ്നീക്കേഴ്സ്. അപ്പോൾ സാറ വന്നിട്ട് നിന്റെ സ്നീക്കർ ഞാൻ ഇടാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അലി പറഞ്ഞിട്ടുണ്ടാവുക എൻ്റെ സ്നീക്കറുകൾ നീ ഇട്ടോ എന്നായിരിക്കും അലി പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ അലി പറയുന്നത് യു ഹാഡ് ബെറ്റർ വിയർ മൈ സ്നീക്കേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ 35th ക്വസ്റ്റ്യൻ, ഇനി 35, 36 രണ്ട് ക്വസ്റ്റ്യൻസും കൂടെയുള്ളൂ. ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. പ്രിപ്പസിഷൻസ് ആണ്. ഗ്രാൻഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ്, ആൻസേഴ്സ് പറയാം ഞാൻ. അറ്റ് ദ ഗേറ്റ് at this moment, screwing up his eyes to look at the bright red light coming from the church windows, or stumping about in his felt boots, fooling with the servants. His rattle would be fastened to his belt. His rattle would be fastened to his belt. Okay, ഇത്രയുമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഗ്രാൻഡ് ഡാഡ് വാസ് പ്രോബബ്ലി സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്, ഗേറ്റിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അറ്റ് ദ ഗേറ്റ് at this moment. രണ്ട് അറ്റ് വരുന്നുണ്ടെന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആവണ്ട. at the gate at this moment അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. screwing up his eyes to look at the bright red light coming from the church windows, or stumping about his felt boot, fooling with the servants. His rattle would be fastened to his belt. ഇനി last one. Read the following sentences and identify the noun phrase in the subject position. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ വരും എന്ന് നിങ്ങൾക്ക് അറിയാം. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൗൺ ഫ്രേസ് അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. എ ലോങ് സപ്പോർട്ടിംഗ് ഗേബിൾ റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്? ഏതാണ്? The long supporting table. Very good. A long supporting gable. Very good. Now moving to the second one. അപ്പോൾ ഇതെന്താണ്? ഇവിടെ ഗേബിൾ എന്നുള്ള നൗണിനെയാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എ ലോങ് സപ്പോർട്ടിംഗ് ഗേബിൾ എന്ന് പറഞ്ഞിട്ട്. Now moving to the second one. Last question. The boy turned out to be a boon to everyone in the village. Noun phrase എന്താണ്? ഈ കുട്ടി, The boy. The boy. Yes, the boy turned out to be a boon to everyone in the village. But the boy, അവിടെ കൂടുതലൊന്നും പറയാനില്ല. ദ ബോയ് ആണ് അവിടുത്തെ നൗൺ ഫ്രേസ്. മറ്റേതുപോലെ ലോങ് ആയിട്ട് കിട്ടണം എന്ന് എപ്പോഴും നമുക്ക് അങ്ങനെ ലോങ് ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. നൗൺ ഫ്രേസ് ചിലപ്പോൾ കുഞ്ഞാവാം, ഒരു വേർഡൊക്കെ ആവാം, സിംഗിൾ വേർഡ് പോലും ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ 36 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് വരാനുള്ളത്. അതിൽ ഗ്രാമറിന് നല്ലൊരു മാർക്ക് ഉണ്ട്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്സ്, എഡിറ്റിംഗ്, പ്രിപ്പസിഷൻസ്, നൗൺ ഫ്രേസസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻഡ് അലോങ് വിത്ത് ദറ്റ് റൈറ്റിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്യുക. ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രാമറിലുള്ള പാർട്ടുകൾക്ക് റിവിഷൻ തരുന്നുണ്ടാവും. ഓക്കെ, അതായത് നൗൺ ഫ്രേസ്, അതുപോലെ തന്നെ ഫ്രേസൽ വേർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു, റിപ്പോർട്ടഡ് സ്പീച്ച് ഓൾറെഡി പഠിച്ചു. അപ്പോൾ പ്രിപ്പസിഷൻസ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പാരഗ്രാഫുകൾ തന്ന് നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാൻ നോക്കാം. പിന്നെ അതേപോലെ നൗൺ ഫ്രേസസ്, പിന്നെ ഫ്രേസൽ വേർബ്സ്, പിന്നെ ഏതാ മക്കളെ ഉള്ളത്? ക്വസ്റ്റ്യൻ ടാഗ്സ്, റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ എടുത്തു. അപ്പോൾ പ്രിപ്പസിഷൻസ് വേണം, നൗൺ ഫ്രേസസ് വേണം, ഫ്രേസൽ വേർബ്സ് വേണം, അല്ലേ? ഇതല്ലേ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത് ഇതല്ലേ? എഡിറ്റിങ്ങിൽ, പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇതെല്ലാം ചേർന്നതാണ് എഡിറ്റിംഗ്. പ്രിപ്പസിഷൻ അറിയണം, അതേപോലെ സ്പെല്ലിങ്സ് അറിയണം, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, സിംഗുലർ, പ്ലൂറൽ, ഇതൊക്കെ അറിയണം. അതുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ റിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഗ്രാമർ അറിഞ്ഞിരിക്കണം എഡിറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ
ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്ട്രെങ്ത് ഓക്കെ, നോട്ട് ബാഡ് ആണ് സ്ട്രെങ്ത്. 5 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് ആയപ്പോഴാണ് അവർ എക്സിറ്റ് ആയത്. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഇനി സാറ്റർഡേ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.